ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി ഇവാനിയൻ ധ്യാനത്തിലേക്ക് സ്വാഗതം. നമ്മൾ നിർത്തിയ ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെയാണ് വീണ്ടും നമ്മൾ ധ്യാനിക്കുന്നത്. തീരുമാനവും നിരാകരിക്കപ്പെടുന്ന സാധ്യതകളും തമ്മിലുള്ള ആത്മീയ സംഘർഷം. നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അതിൽ തന്നെ ഒത്തിരി സാധ്യതകൾ നമ്മൾ നിരസിക്കുന്നുണ്ട്. ആ നിരസിക്കുന്ന സാധ്യതകൾ അല്ലെങ്കിൽ നെഗേറ്റഡ് പോസിബിലിറ്റീസ് അത് കഴിഞ്ഞു വരുന്ന കാലങ്ങളിൽ നമ്മളുടെ മുമ്പിൽ വളരെ സാധുവായ ഒരു സാധ്യതയായി നമ്മളെ ആകർഷിക്കുകയും നമ്മൾ എടുത്ത തീരുമാനത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ആ ഒരു സമയത്ത് വരുന്ന ചില ആധ്യാത്മിക സംഘർഷങ്ങളാണ് ഈ ശോധനപരമായ ധ്യാനത്തിൻ്റെ അടിത്തറ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നിങ്ങൾക്കത് കുറച്ച് മനസ്സിലായി കഴിഞ്ഞിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പ്രഭാഷണം നമ്മൾ അവസാനിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചു തരികയുണ്ടായി. നമുക്ക് ഒരിക്കൽ കൂടി വായിക്കാം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിൽ പലരിലും ഈ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇപ്പം ഞാനൊരു കുട്ടിയെ ഹോസ്റ്റലിലാണെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കാണുമ്പോൾ ഞാൻ അവനോട് ചോദിക്കും, അതെന്താ നീ അങ്ങനെ ചെയ്തേ, നീ എന്തിനാ അത് ചെയ്തേ? അപ്പൊ അവൻ പറയും, അച്ഛാ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ഓക്കെ, നമ്മൾ അവന് വിടുന്നു. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അവൻ അത് തന്നെ ചെയ്യുന്നത് നമ്മൾ കാണും. അപ്പൊ അവനെ വീണ്ടും വിളിച്ചിട്ട് ചോദിക്കും, അതെന്താ നീ അങ്ങനെ ചെയ്തേ? അപ്പൊ അവൻ വീണ്ടും പറയും, അച്ഛാ അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എനിക്കത് ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. പക്ഷെ നീ എന്തിനാ അങ്ങനെ ചെയ്തേ? അതങ്ങനെ ആയിപ്പോയി. അങ്ങനെ ജസ്റ്റ് ആയിപ്പോവോ കാര്യങ്ങള്? ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഉണ്ടാകണ്ടേ? അപ്പൊ നമ്മിൽ എല്ലാവരിലും നമ്മൾ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വെറുക്കുന്ന തിന്മയെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ സംജാതമാകാം. അങ്ങനെ ചെയ്യുമ്പോൾ ഒക്കെയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ പിടിക്കപ്പെടുന്ന പോലെയുള്ള ഒരു അവസരങ്ങളിൽ നമ്മളത് പെട്ടെന്ന് പറയും, അങ്ങനെ ചെയ്യാൻ എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പൊ പലപ്പോഴും കുടിച്ചു വന്ന് വീട്ടിൽ തല്ലുകൂടുന്ന ആളുകള്, ഭാര്യയോട് വഴക്ക് പറയുന്ന, മക്കളെ പേടിപ്പിക്കുന്ന. അപ്പൊ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട്, എന്തിനാടാ നീ കുടിക്കണേ, എന്തിനാടാ നീ വീട്ടിൽ വന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കണേ? അപ്പം പറയാം, അങ്ങനെ ഒന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല അച്ഛാ, പക്ഷെ അവളെ കാണുമ്പോൾ പിന്നെ അങ്ങനെയാണ്, കുട്ടികളെ കാണുമ്പോൾ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അങ്ങോട്ട് ചെയ്തു പോകുന്നു. അങ്ങനെ പറയുന്ന വ്യക്തി ഒത്തിരി വേദനയോടുകൂടിയാണ് അങ്ങനെ പറയണേ. അപ്പൊ നമ്മളൊരു ചോദ്യം ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ ആരാ ഇത് ചെയ്യണേ? ആരെങ്കിലും ഇത് ചെയ്യണ്ടേ? അപ്പോ ഈ 15-ാം വാക്യത്തിന്റെ അടുത്ത സെന്റൻസില് 16-ാം വാക്യത്തിൽ എങ്ങനെ പറയുന്നു? ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. കാരണം ഈ നിയമം നല്ലൊരു കാര്യമാണ്. അതാണ് ആ തീരുമാനം. നിയമമാണ് ആ തീരുമാനം. അത് പുതുവർഷത്തിന്റെ തലേന്ന് എടുത്ത തീരുമാനമായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിനെടുത്ത തീരുമാനമായിക്കോട്ടെ, ക്ഷമിച്ച് ഞാൻ പുനരൈക്യപ്പെടും എന്ന് പറയുന്ന ആ ഒരു തീരുമാനമായിക്കോട്ടെ, ദോസ് ഡിസിഷൻസ് ആർ ദ ബാക്ക് ബോൺസ് ഓഫ് ദിസ് ലോ. ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഒരു വികാരമല്ല, അല്ലെങ്കിൽ ലോ ഒരു ഫീലിംഗ് അല്ല. അത് ഒത്തിരി ആലോചിച്ച് എടുത്തിട്ടുള്ള ഒരു റെസൊല്യൂഷനാണ്, ഡിസിഷനാണ്. അത് കളക്റ്റീവ് ആവാം, സിംഗുലർ ആവാം, ഇൻഡിവിജ്വൽ ആവാം. അപ്പോൾ ആ തീരുമാനം നല്ലതാണെന്ന് നമ്മൾ അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ അറിയണേ. അപ്പൊ കൂട്ടായ്മയിൽ ജീവിക്കണം, ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ തല്ലുകൂടി സെപ്പറേറ്റ് ആവുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഒന്നിച്ച് ജീവിച്ചാൽ നല്ലതാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, പഴയ നിയമത്തിന്റെ ആ നിയമം നമ്മളെ ഒരിക്കലും കൂട്ടായ്മയിലേക്ക് കൊണ്ടെത്തിക്കണമെന്നില്ല. നിയമം പാപബോധത്തെ
നൽകുന്നതാണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതുപോലെ ഞാൻ ഇച്ഛിക്കാത്തത് പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ മ്ലേച്ഛതകൾ ഒരു വ്യക്തിയുടെ അടിയിൽ ഊറിക്കിടക്കുന്നത് കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ ഈ മ്ലേച്ഛതയ്ക്കൊക്കെ കാരണമായത് എന്താണ് എന്ന് ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ആ അവസ്ഥയിൽ നിന്ന് അതിനെയൊക്കെ ദൈവത്തെ അറിയുന്ന സോപാനങ്ങളാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള അവബോധങ്ങൾ വരണം. ഞാൻ ചിന്തിക്കുന്നത് ചെയ്യാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ല വ്യക്തികളായിരിക്കുകയും നന്മ എപ്പോഴും ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മളിൽ എന്തേ ഇത്രമാത്രം വെറുപ്പും വൈരാഗ്യവും അല്ലെങ്കിൽ വിമുഖതയും ഒക്കെ നിറഞ്ഞു വരുന്നത്? ദർ ഈസ് എ പ്രോബ്ലം. ആ പ്രോബ്ലം ആണ് ഈ ആത്മിക സംഘർഷം. ഇപ്പൊ നമ്മള് ബൈബിളിലെ 17 റോമൻ 7:17 വായിക്കുകയാണെങ്കിൽ പറയും, എന്നാൽ ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപമാണ് എന്ന് പറയും. പെട്ടെന്ന് തോന്നുന്നു, നമ്മുടെ ഉള്ളിൽ അങ്ങനെ പാപം വസിക്കുന്നുണ്ടോ? നമ്മുടെ ചുറ്റിലും പാപം വസിക്കുന്നുണ്ടോ? നമുക്ക് 20 മുതൽ വായിക്കാം. റോമൻസ് 7:20. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. ഈ കാണലാണ് സന്യാസത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഈ 2 തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരു ആധ്യാത്മിക സംഘർഷം സൃഷ്ടിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ നന്മ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് അതിന് എതിരെ ഞാൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മെ തന്നെ നമ്മൾ ഉരുക്കി വാർത്ത് അല്ലെങ്കിൽ പൊളിച്ചൊക്കെ നോക്കുന്നതിനെയാണ് നമ്മൾ ഈ സന്യാസം എന്ന് പറയുന്നത്. ഈ 22-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ അന്തരംഗത്തിൽ, എൻ്റെ ഉള്ളിൽ ഞാൻ ദൈവത്തിന്റെ നിയമമോർത്ത് ആഹ്ലാദിക്കുന്നു. വെരി നൈസ്. ന്യൂ ഇയറിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലെ, നല്ലൊരു അച്ഛനാവണമെന്ന് പറയുന്നത് പോലെ, നല്ലൊരു സന്യാസിനി ആവണമെന്ന് പറയുന്ന പോലെ, ദാമ്പത്യ ജീവിതത്തിന്റെ തീരുമാനങ്ങളെ ഓർത്ത് നിന്നെ സുഖത്തിലും ദുഃഖത്തിലും രോഗത്തിലും അനാരോഗ്യത്തിലും ഒക്കെ ഞാൻ സ്നേഹിക്കും എന്നൊക്കെ ആ ഒരു നിയമത്തെ ഓർത്ത് സന്തോഷിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് ആഹ്ലാദിക്കുന്നു. 23, എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. ഈ കാണലും മണക്കലാണ് ഈ മ്ലേച്ഛതയെ തിരിച്ചറിയല്. നമ്മുടെ അടിത്തട്ടിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ഉള്ളില് ദൈവത്തിന്റെ നിയമത്തെ ഓർത്ത് അല്ലെങ്കിൽ നല്ല തീരുമാനങ്ങളെ ഓർത്ത് ഞാൻ ആഹ്ലാദിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ അവയവങ്ങളിലാകട്ടെ, അവയവങ്ങൾ എന്ന് പറയുന്നത് പുറത്ത് കാണുന്ന അവസ്ഥകൾ, അത് എൻ്റെ സ്ഥാപനത്തിലായിക്കോട്ടെ, ഞാൻ ആയിരിക്കുന്ന ആ അവസ്ഥകളിലായിക്കോട്ടെ, വേറൊരു നിയമം നിലനിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അത് എൻ്റെ അവയവത്തിലുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഒരു തരം ഹെൽപ്ലെസ്നെസ് ഈസ് ക്രിയേറ്റഡ്. ഈ നെഗേറ്റഡ് പോസിബിലിറ്റീസുകളുടെ ആകർഷണത്തിൽ, അതല്ലെങ്കിൽ അതിൻ്റെ വശീകരണത്തിൽപ്പെട്ട് ഒരു തരം നിസ്സഹായത നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ഈ നിസ്സഹായതയെ പലരും മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഈ നിസ്സഹായതയെ എങ്ങനെ പൊട്ടിച്ചെറിയും? അത് നമ്മൾക്ക് തന്നെ സാധിക്കുമോ? അതെങ്ങനെ പൊട്ടിച്ചെറിയും? ആ പൊട്ടിച്ചെറിയുന്നതിന് ഒത്തിരി ശുദ്ധിയും അല്ലെങ്കിൽ ഒത്തിരി ദൃഢമായ ബോധ്യങ്ങളൊക്കെ വരണം. അതിനാണ് വാസ്തവത്തിൽ നമുക്ക് സന്യാസം വേണ്ടത്.
പലരും പറയും എനിക്ക് ഇത് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഒരു ധ്യാനം കൂടി ആ ഒരു പ്രാർത്ഥനയിൽ അതങ്ങോട്ട് മാറിക്കിട്ടിങ്ങി നല്ലതായിരുന്നു. അങ്ങനെ ബാഹ്യമായ ഒരു അത്ഭുതത്തിലൂടെയോ ബാഹ്യമായ ഒരു ഇടപെടലിലൂടെയോ നീ അത് എനിക്ക് ശരിപ്പെടുത്തി തരണമേ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു ജീവിതചര്യയാക്കി മാറ്റാൻ കഴിയില്ല. അത് നമ്മൾക്ക് പിന്നീട് വരുന്ന എല്ലാ വംശങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു വലിയ തീരുമാനങ്ങളായിട്ട് മാറാൻ കഴിയില്ല. അതിന് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഒറ്റ പോയിന്റിലെ ഒരു കാര്യത്തെ മാറ്റി നിർത്തിയാൽ പോരാ. സമഗ്രമായ എൻ്റെ ജീവിതം ദൈവത്തിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഞാൻ കരുപിടിപ്പിക്കണം. ദൈവത്തിന്റെ ഇച്ഛ എന്താണെന്ന് അറിഞ്ഞ് അതിന് വിധേയപ്പെട്ട് ആ ഇച്ഛയ്ക്കനുസൃതമായ എൻ്റെ ജീവിതത്തെ ഞാൻ കരുപിടിപ്പിക്കുമ്പോഴാണ് എനിക്ക് ദൈവസമ്പാദനം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കടക്കുക. Then I can just do what I want, because what I will, that I can do in Jesus or in that spirit. പക്ഷെ ഈ സംഘർഷത്തെ മനസ്സിലാക്കണം നമ്മൾ. അല്ലാതെ പെട്ടെന്ന് തന്നെ വേറെ ആരെങ്കിലും പെട്ടെന്ന് അതിൽ നിന്ന് എന്നെ മാറ്റിത്തരട്ടെ എന്ന് ചിന്തിക്കുന്നതിനപ്പുറത്ത് എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടോ? പലപ്പോഴും വ്യക്തികൾക്ക് ഇതൊരു വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പെട്ടെന്ന് തന്നെ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭാര്യയെ തല്ലാൻ ഒരുത്തിന് ആഗ്രഹമില്ല, പക്ഷെ ഭാര്യനെ കാണുമ്പോൾ അവൻ അവളെ തല്ലി പറയും, അച്ഛ അവളെ കണ്ട എനിക്ക് തല്ലാന്ന് തോന്നണം. പിന്നെ അവളെ കാണാതിരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നിനക്ക് കാണാതിരുന്നൂടെ? അതിങ്ങനെ ശരിയാവണം അച്ഛാ, അവൾ എൻ്റെ പെണ്ണല്ലേ. അത് ശരി, കാണും വേണം, എന്നാ കണ്ട അവൾക്കിട്ട് കൊടുക്കും വേണമെന്ന് തോന്നുന്നു. പക്ഷെ അവന് അവളെ സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ തല്ലാനും തോന്നുന്നുണ്ട്. അത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവും. കുഞ്ഞുനാളില് എന്നോട് ടീച്ചർമാര് എപ്പോഴും പറയും, സൈമൺ ബി ഗുഡ് എന്ന് എപ്പോഴും പറയും. അപ്പൊ ഞാൻ ആ ടീച്ചറോട് തിരിച്ചു ചോദിക്കും, എങ്ങനെയാ സിസ്റ്ററെ നല്ല ആളാവണേ? സിസ്റ്റർ വലിയ കാര്യത്തിൽ പറയും, ഡു ഗുഡ്, നല്ലത് ചെയ്യുവിൻ. അപ്പൊ ഇങ്ങനെ വെരി സ്റ്റൈൽ ആ ടീച്ചർ പറയും, നല്ലവരാകുകിൻ, നല്ലത് ചെയ്യുവിൻ എന്നൊക്കെ പറയും. പക്ഷെ നല്ലത് ചെയ്യാനാണ് എൻ്റെ പരിപാടി. അപ്പൊ ഞാൻ ആ ടീച്ചറോട് ചോദിക്കും, എങ്ങനെയാ സിസ്റ്ററെ നല്ലത് ചെയ്യുക? അപ്പൊ സിസ്റ്റർ എന്നോട് പറയും, മറ്റു കുട്ടികളുടെ സ്ലേറ്റ് പൊട്ടിക്കരുത്. നിങ്ങളൊന്നും ഇപ്പൊ സ്ലേറ്റ് കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ കയ്യിൽ ഐപാഡ് ഉണ്ടായിരുന്നു, വലിയ സ്ലേറ്റ്, ഐപാഡും ടച്ച് പാഡൊക്കെ ആയിട്ട് ഞങ്ങൾ കൊണ്ടു നടന്നിരുന്ന. അങ്ങനെ എല്ലാവരും ഐപാഡും പിടിച്ച് സ്കൂളിലേക്ക് പോകണേ. എന്നിട്ട് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ അടുത്തടുത്താണ് ഐപാഡ് വെക്കുക. അപ്പൊ ഞാൻ ഒരുത്തന്റെ ഒറ്റ ചവിട്ട് സ്ലേറ്റിലിട്ട് ഒരു ചവിട്ട് കൊടുക്കും. അപ്പൊ എന്നെ ടീച്ചർ പിടിക്കും, ഇങ്ങനത്തെ ഒരു ദുഷ്ട ചെറുക്കൻ ഒരു സ്ഥലത്തില് എന്തൊരു വികൃതിയാന്ന് പറയും. ഈവനിങ്ങിൽ അമ്മ വരുമ്പോ മറ്റേ കുട്ടി അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ അമ്മ നേരെ പുതിയ സ്ലേറ്റ് മേടിച്ചിട്ട് വരാ, ഇവൻ സ്ലേറ്റ് പൊട്ടിച്ചു അല്ലേ, ഇതേനാ പുതിയ സ്ലേറ്റ് എന്ന് പറയും. എന്റെ അമ്മ എന്നോട് പറയണേ, ഞാൻ 2ാം ക്ലാസ്സിൽ 17 സ്ലേറ്റ് പൊട്ടിച്ചു എന്ന് പറയണേ. ആ 17 പ്രാവശ്യം ഞാൻ നല്ലവനാവാൻ നോക്കിയതാ. ഐ വാണ്ട് ടു ഡു ഗുഡ്, ബട്ട് വെൻ ഐ ഡിഡ് ദി ഓപ്പോസിറ്റ്. എന്നാ ഞാനൊരു പൊട്ടക്കുട്ടിയായിരുന്നോ? ഞാൻ നല്ല കുട്ടിയാ. പക്ഷെ ഇപ്പോഴും ആ സ്വഭാവമുണ്ട്. ഞാൻ വിചാരിക്കും, ഇടവക്കാരൻ ഞാൻ ഇനി വഴക്ക് പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. അന്നേരം ഞായറാഴ്ച പ്രസംഗത്തിന്റെ അവസാനമാകുമ്പോൾ പറഞ്ഞിട്ട് കുറെ അങ്ങോട്ട് വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പറയും, കർത്താവേ ഞാനിനി ഇവരെ വഴക്ക് പറയില്ല എന്ന് എത്ര പ്രാവശ്യം തീരുമാനം എടുത്താണ്. അവസാനം ഞാൻ ഇച്ഛിക്കാത്ത നന്മയല്ല, വെറുക്കുന്ന തിന്മയാണ് ചെയ്യുന്നത്. കുറിയലായിച്ചോൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കും, അതെന്താ എൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി വരുന്നേ? ഞാൻ വിചാരിക്കുന്ന നന്മയെ എനിക്ക് ചെയ്യാൻ പറ്റാതെ എന്താ എന്നെ പിടിച്ച് ഇങ്ങനെ ഉലയ്ക്കുന്നത്? പലപ്പോഴും അത് ഞാൻ ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. ഐ ബിഗിൻ ടു റിയലൈസ് ദാറ്റ് ഞാൻ എത്ര നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴും ഞാൻ നന്മയുള്ള ഒരു സാഹചര്യത്തിലും കൂടി ജീവിക്കണം. അതുകൊണ്ടല്ലേ നമ്മൾ കുമ്പസാരത്തിൽ പറയണേ, പാപങ്ങളെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് നമ്മൾ പറയണേ. ഞാൻ പാപത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പാപമയമായ ഒരു അവസ്ഥ വിശേഷം കൂടി വേണമെങ്കിൽ അങ്ങനെ പൊന്തി വരാം. അങ്ങനെ ഒരു കാര്യത്തെ പറ്റി, അങ്ങനെ ഒരു നമ്മളതിനെ സ്ട്രക്ചേഴ്സ് ഓഫ് ഈവിൾ എന്ന് പറയും, ഘടനപരമായ പാപം.
അതിൽ വ്യക്തികളൊക്കെ ഒരുപക്ഷെ നിസ്സഹായരും സിമ്പിൾ പീപ്പിളൊക്കെ ആയിരിക്കാം. പക്ഷെ അവരായിരിക്കുന്ന ആ അവസ്ഥ, അവർ നന്മ ആഗ്രഹിച്ചാലും അത് എതിർക്കുന്ന തിന്മയെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുള്ളൂ. എത്രയൊക്കെ നന്മ ചെയ്യണമെന്ന് അവൻ ആഗ്രഹിച്ചാലും അവനെ ചുഴ്ന്നു നിൽക്കുന്ന ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ സിസ്റ്റം അവൻ ആഗ്രഹിക്കാത്ത തിന്മയിലേക്ക് അവനെ തള്ളിക്കൊണ്ടുപോകും. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ 1987 ഒരു എൻസൈക്ലിക്കിൽ എഴുതും. സോളിച്ചിത്തോ റേയി സോഷ്യാലിസ് എന്നാണ് അതിൻ്റെ പേര്. അതൊരു സോഷ്യൽ വിഷയങ്ങളെ കുറിച്ചൊക്കെ അതിഗഹനമായിട്ട് എഴുതുന്ന ഒരു എൻസൈക്ലിക്കിലാണ്. ആ എൻസൈക്ലിക്കില് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഈ സ്ട്രക്ചേഴ്സ് ഓഫ് ഈവിളിനെ കുറിച്ച് പറയും. ഒരു ഇസം അല്ലെങ്കിൽ ഒരു സിസ്റ്റം, ആ സിസ്റ്റം അതിൽ ആയിരിക്കുന്ന ജനങ്ങളെ അവർ ആഗ്രഹിക്കുന്ന പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അവർക്ക് ചാൻസ് കൊടുക്കില്ല. അവർ അതിൽ തന്നെ നിസ്സഹായരായിട്ട് അങ്ങനെ നിൽക്കും. ഫോർ എക്സാമ്പിൾ കാസ്റ്റിസിസം, സ്ലേവറി, പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിൽ ആയിരിക്കുന്ന വ്യക്തികളോട് നമ്മൾ പറയണം, ഇവർക്കൊക്കെ ആണ് പുറത്തു പോക്കൂടെ, പുറത്തു പോയി നോക്ക്, അപ്പൊ കാണാം. ആയിരക്കണക്കിന് വർഷങ്ങളാണ് ഈ ദളിത് വേദന എന്നൊക്കെ പറയുന്നത്. ഈസി ആയിട്ട് അങ്ങനെ പറയാം. അവർക്കൊക്കെ എന്താ അങ്ങോട്ട് പോയാ, ഇവർക്കൊക്കെ എന്താ അങ്ങോട്ട് പോയാ, അവർക്ക് ചൂഴ്ന്നു നിൽക്കുന്ന ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനെ കൂടി നമ്മൾ തിരിച്ചറിയണം. അപ്പോഴാണ് ഈ തീരുമാനത്തിന്റെയും അത് നിരാകരിക്കപ്പെടുന്ന സാധ്യതയെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിൽ പെടുന്ന വ്യക്തികളുടെ അനുഭൂതി എങ്ങനെയായിരിക്കും? ഇപ്പൊ നിങ്ങളിപ്പോ എന്നോട് ചോദിക്കുകയാണ്, അങ്ങനെ നമുക്ക് ചുറ്റും ചുഴ്ന്നു നിൽക്കുന്ന ഒരു പാപതലമുണ്ടോ? അങ്ങനെ ആയിരിക്കുന്ന ആ പാപതലത്തില് പെടുന്ന വ്യക്തി നിസ്സഹായതയില് അങ്ങനെ കരയുന്നുണ്ടോ? ഞാൻ ധ്യാനം തുടങ്ങിയപ്പോ ആദ്യത്തെ ധ്യാനം ഇരകളുടെ വേദന എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ഇരകളുടെ വേദനയിൽ നിന്നാണ് ഇവാനിയൻ തിങ്കിങ് പൊന്തി വരുന്നത്. പുത്തങ്കൂർ ഒരു ഇരയെ പോലെയായി, ശബ്ദമില്ലാത്ത ഇരയെ പോലെയായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. Now I like to add one more thought into it. നിങ്ങൾ തുമ്പികളെ പിടിച്ച് കളിച്ചിട്ടുണ്ടോ? കുഞ്ഞുനാളില് തുമ്പികൾ ഇങ്ങനെ ഹെലികോപ്റ്റർ പോലെ വരും, ഓണക്കാലത്തൊക്കെ അതിങ്ങനെ വരും. ആ തുമ്പികളെ കുട്ടികൾ പിടിച്ച് കളിക്കും. ഐ തിങ്ക് ഇന്ത്യയിലെ എല്ലാ ഭാഗത്ത് ചെന്നിട്ട് ഞാനിത് ചോദിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തു നിന്ന് ചോദിച്ചാലും ഈ തുമ്പിക്കളി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അത് വളരെ സൗമ്യമായിട്ട് വളരെ ജെന്റിലായിട്ട് ഇരുന്ന് ഈ തുമ്പിനെ പിടിക്കും. ഈ തുമ്പിനെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യും? നിങ്ങൾക്ക് ചിരി വരുന്നുണ്ട് അല്ലേ? ഈ തുമ്പിനെ പിടിച്ചതിന് ശേഷം അതിന്റെ വാലും ഒരു നൂലൊക്കെ കെട്ടി, ആ നൂലിന്റെ അറ്റത്ത് ഒരു ചെറിയ ചരട് കെട്ടി, ഒരു കല്ല് കെട്ടിയിട്ട് അതിനെ പറപ്പിച്ച് കളിക്കും. ചിലര് നല്ല ഉണങ്ങിയ കനം കുറഞ്ഞ ഉണങ്ങിയ നീളമുള്ള പുല്ലെടുത്തിട്ട് അതിന്റെ വാലിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറ്റും. എന്നിട്ട് നീളം വാലുള്ള ഒരു തുമ്പിയാക്കിയിട്ട് പറപ്പിച്ച് കളിക്കും. എന്നിട്ട് എന്താ ഒച്ചയും ബഹളം, പറന്ന് പോണ കാണുമ്പോ. അത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലൊരു വികൃതി ചേർക്കാൻ അതിങ്ങനെ പിടിച്ചിട്ട് അതിന്റെ 2 ചിറക് പിടിച്ചിട്ട് ഒറ്റ കേരള ഓടും. എന്നിട്ട് അതിന്റെ ഉള്ളിങ്ങനെ നോക്കും, നല്ല ഡിസൈൻ ആയിട്ടുള്ള അതിന്റെ ഫ്ലഷ് ഒക്കെ. ചിലവന്മാരെ അതിങ്ങനെ പിടിച്ചിട്ട് തോക്ക് പോലെ ഇങ്ങനെ പിടിക്കും. ഞാനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ വയറുമ പിടിച്ചിട്ട് ചിക്കുന്ന വരുന്നത്. അപ്പൊ അതിന്റെ വാലുമ കൂടെ ബും എന്ന് പറഞ്ഞ അതിന്റെ വയറ്റിലുള്ളതെല്ലാം അങ്ങനെ കടന്നു പോകും. ഇതെന്തിനാ അങ്ങനെ ചെയ്യണേ? ആ തുമ്പി എന്ത് തെറ്റാ ഇത്? ഒരു രസമല്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ ആൾക്കാർ എന്നോട് പറയുന്ന അതൊരു രസമല്ലേ എന്ന്. എന്തിനാ അങ്ങനെ രസം പിടിക്കണേ? ഇന്ന് ചിലപ്പോ നിങ്ങൾ തുമ്പി പിടിച്ച് കളിക്കുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ ഭാര്യ തുമ്പി ആയിക്കൂടെ? കെട്ടിക്കൊണ്ട് വന്നിട്ട് പറപ്പിച്ച് കളിക്കണത് ഒരു രസല്ലേ? എനിക്ക് ചിലപ്പോ തോന്നാറുണ്ട് ഇന്ത്യൻ കുടുംബങ്ങളിലെ എല്ലാ പെണ്ണുങ്ങളും തുമ്പികളാണ്. വലിയ കാര്യത്തില് വലിയ കഥകളൊക്കെ പറഞ്ഞ് പിടിച്ചോണ്ട് വരും. പിന്നെ കുടുംബത്തിട്ട് ഇങ്ങനെ പറപ്പിച്ച് കളിക്കുക. തുമ്പി അതെല്ലാവരിലും ഉണ്ട്. പിന്നീട് ഇടവകച്ചന് പാരിഷ് തുമ്പിയാ, അവന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പറപ്പിച്ച് ഇങ്ങനെ കളിക്കുക. അതിൽ പെടുന്ന ഇടവക ജനങ്ങൾക്ക് ശ്വാസം മുട്ടുക.
ഓരോ സ്ഥാപനത്തിന്റെ അധികാരികള്, അവരുടെ കീഴിൽ വരുന്ന വ്യക്തികള്, അതിനൊക്കെ തുമ്പികളാക്കിക്കൂടെ? തുമ്പി ഈസ് എ റിയൽ തിങ്. ആ തുമ്പി എന്ത് തെറ്റാ ചെയ്തേ? തുമ്പി ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ തുമ്പിയുടെ ഉള്ളിൽ വരുന്ന ഒരു വേദനയുണ്ട്. അത് ഒരു വ്യക്തിയുടെയും വേദന കൂടിയാണ്. ഈ ജോൺ പോൾ സെക്കൻഡ്, വിശുദ്ധനായ ജോൺ പോൾ സെക്കൻഡ് 1987 ഈ ഘടനപരമായ പാപങ്ങളെ കുറിച്ചൊക്കെ വാൺ ചെയ്യണേ, എന്നിട്ട് അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നൊക്കെ പറയണേ. അപ്പൊ വ്യക്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഇരകളാക്കപ്പെടുന്ന വ്യക്തികളുടെ ശബ്ദം സഭയാകണം. ദാറ്റ് ഓപ്ഷൻ ഫോർ ദ പോർ എന്ന് പറയുന്നതില് ഈ തുമ്പികൾക്കൊപ്പം നിൽക്കുന്ന ആ ഒരു ഭാവത്തിലേക്ക് സഭ വളരണം എന്നൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് പറയും. പക്ഷേ അതിനൊക്കെ ഒത്തിരി മുമ്പ്, 1919, ഈവൻ അതിനു മുമ്പ് പോലും പിതാവിന്റെ മനസ്സില് ഈ ഘടനപരമായ പാപങ്ങളെ കുറിച്ച് ആഴത്തിലുള്ള അവബോധങ്ങൾ വരാൻ തുടങ്ങിയിരുന്നു. പിതാവിന്റെ എഴുത്തുകളിലെ എക്സാക്ട്ലി ഒരു സിസ്റ്റം ഓഫ് സിന്നെന്നോ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചേഴ്സ് ഓഫ് ഈവിളെന്നോ ഒന്നും ഡയറക്ട്ലി ഉപയോഗിച്ചിട്ടില്ലെങ്കിലും, പിതാവ് തന്റെ സന്യാസത്തിലേക്ക് വളരുന്നതിനൊപ്പം, തന്റെ അനുസരണയിലേക്ക് വളരുന്നതിനൊപ്പം ഒരു ആന്തരിക നിസ്സഹായത അനുഭവിക്കാൻ തുടങ്ങിയിരുന്നു. പിതാവ് തന്റെ ചുറ്റിനുമുള്ള അന്നത്തെ ആ പുത്തൻകൂർ സമുദായം, അതിൽപ്പെട്ട എല്ലാ വ്യക്തികളെയും തുമ്പികളാക്കുന്നത് പോലെ ഒരു അനുഭൂതിയിലേക്ക് കടന്നു ചെന്നിരുന്നു. പിന്നീട് പിതാവ് തന്റെ സന്യാസത്തിന്റെ ആഴങ്ങളിലേക്ക് കടക്കുമ്പോൾ പറയും, ഇനി ഈ സമൂഹത്തിൽ ഞാൻ എന്തു ചെയ്താലും അത് മണലിൽ വീട് പണിയുന്നതിന് തുല്യമായിരിക്കും. ആ അവസാനത്തെ സമയങ്ങളിലൊക്കെ M.M. വർക്കി തന്റെ പുസ്തകത്തിലെ എക്സ്റേ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ടുവേഴ്സ് ദി എൻഡ് ഒരു ചാപ്റ്റർ ഉണ്ട്, യാക്കോബായ അവസ്ഥയുടെ അലങ്കോലാവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററിൽ അദ്ദേഹം പറയുന്നത്, ഇത് കുറെ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അതില് അന്നുണ്ടായിരുന്ന കത്തോലിക്ക ബാബ പറയുന്നു, ഈ സഭയിൽ ജനിച്ചതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, ഇതിലെ ഒരു വ്യക്തിയാണെന്നതിനെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു, ഇനി ഇതിന് ഒരു രക്ഷയുമില്ല എന്ന് പറയും. ഇറ്റ് ഹാസ് ബിക്കം എ സ്ട്രക്ചർ ഓഫ് ഈവിൾ. അത് ഘടനപരമായി തന്നെ അത് വ്യക്തിയെ നന്മയിലേക്ക് നയിക്കാതെ, നന്മ ആഗ്രഹിച്ചാലും വെറുക്കുന്ന തിന്മയിലേക്ക് കടന്നു ചെല്ലാനും അതിനെ പെർപ്പിച്ചേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഒരു മ്ലേച്ഛത ഊറിക്കിടക്കുന്ന ഒരവസ്ഥ സംജാതമായി എന്ന് പിതാവിന് തോന്നും. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇനി ഒരു ക്രമപ്പെടുത്തലുകള്, ഒരു ശരിപ്പെടുത്തലുകള് ഒരിക്കലും ശാശ്വതമായ സമാധാനത്തെ കൊണ്ടുവരികയില്ല എന്ന് പിതാവ് തിരിച്ചറിയാൻ തുടങ്ങി. പിതാവ് പുത്തൻകൂറിനെ ഒരു തുമ്പിയായിട്ട് കാണാൻ തുടങ്ങി. അത് മെനേസിന്റെ കയ്യില് പറന്നു കളിക്കാൻ വിഷമിക്കുന്ന, അല്ലെങ്കിൽ അതിനെ പറപ്പിച്ച് ഇങ്ങനെ കളിക്കുന്ന ഒരു അവസ്ഥ അന്നുണ്ടായിരുന്ന എല്ലാ ജനത്തിനും തോന്നി. അപ്പൊ മെനേസിനോട് നമ്മൾ ചോദിക്കണേ, താങ്കൾ എന്തിനാ ഇത്, ഈ സെന്റ് തോമസ് ക്രിസ്ത്യൻസിനോട് നിങ്ങൾ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരു രസം. പിന്നീട് അവരെല്ലാവരും കൂടി ആ കൂനംകുരിശിൽ കയറ് കെട്ടി ചങ്ക് പൊട്ടി കരയുമ്പോ അത് തുമ്പിയുടെ കരച്ചിലായിരുന്നില്ലേ? തുമ്പിയുടെ കരച്ചിലായിരുന്നു. കാരണം പലരും കൂടി പറപ്പിച്ച് കളിക്കാൻ ശ്രമിച്ച്, കീറി മുറിക്കാൻ ശ്രമിച്ചത്. അവരൊക്കെ പാപികളായിരുന്നോ? പക്ഷെ അവർക്ക് ചുറ്റും ചൂഴ്ന്നു നിന്ന ഒരു വിഭാജനത്തിന്റെ, ഒരു വലിയ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെതിരെ ചെയ്യുന്ന തിന്മയുടെ ശക്തികൾ അവരെയൊക്കെ പിടിച്ചിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ തിന്മകൾ മാർത്തോമ ക്രിസ്ത്യൻസിനെ രണ്ടു ഭാഗമാക്കി മാറ്റി. പുത്തൻകൂറും പഴയകൂറുമായി മാറിയപ്പോഴും അതിലും തുമ്പിക്കളികൾ ഉണ്ടായിരുന്നില്ലേ? പിന്നീട് അതിൽ വന്ന ജനങ്ങൾ എല്ലാവരെയും നിങ്ങൾ ചിന്തിക്കുക. അതിൽ വന്ന പല മാർത്തോമകള്, അതിൽ വന്ന അധികാരികള് ഒക്കെ ആ ജനങ്ങളെ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ആ ദൈവമക്കളുടെ മഹത്വത്തിലേക്കും ഒക്കെ അവരെ കൊണ്ടുവന്ന് ചെല്ലാൻ ആഗ്രഹിക്കുന്ന, നന്മ ചെയ്യാൻ പലപ്പോഴും അവരൊന്നും കാരണമായിട്ടില്ല. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പറയുമ്പോൾ നമ്മളെ തന്നെ കുത്തി നോവിക്കുന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷെ ദാറ്റ്സ് എ ഫാക്ട്. പുനരൈക്യത്തിൽ നിന്ന് പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തുന്നത്
നമ്മുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതകളാണ്, നമ്മുടെ സ്വാർത്ഥതകളാണ്. ആ സ്വാർത്ഥതകൾക്കുള്ളിൽ ഒരു ജനം ശ്വാസം മുട്ടുന്നു. അതൊരു ഇടവക അച്ഛന്റെ തോന്നിയാസത്തിന്റെ ഉള്ളില് ഒരു ഇടവകയ്ക്ക് മുഴുവനും ശ്വാസം മുട്ടാം. അല്ലെങ്കിൽ ഒരു 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 വലിയ അധികാരി അതിന്റെ താഴെയുള്ള എല്ലാവർക്കും ശ്വാസം മുട്ടുന്ന ഒരു അവസ്ഥയെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അവർ നിസ്സഹായരാണ്. പക്ഷെ പിതാവ് തന്റെ സന്യാസത്തിൽ സ്ഫുടം ചെയ്ത ലൈഫില് പിതാവ് കാണാൻ തുടങ്ങി, ഈ തുമ്പികളെ സംരക്ഷിക്കണം, നിസ്സഹായരായവരുടെ സൈഡിൽ നിൽക്കണം, അവരവിടെ നിന്ന് പുറത്തു കൊണ്ടുവരണം. ഒരുപക്ഷെ ആ പിതാവിന്റെ ഉള്ളിൽ പൊന്തി വന്ന ഈ അവബോധത്തിൽ നിന്നാണ് പുനരൈക്യത്തിലൂടെ ദൃശ്യമായ മലങ്കര സഭ എന്ന് ഞാൻ വേണമെങ്കിൽ കാവ്യാത്മകമായിട്ട് പറയും. മലങ്കര സഭയിലുള്ളവർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പിതാവിന്റെ ഒപ്പം ഞാൻ ചിന്തിക്കുമ്പോൾ, മക്കളെ, നിങ്ങളെന്ന തുമ്പികളെ സമാധാനത്തിലും ശാന്തിയിലും ആ പൂന്തോട്ടത്തിൽ പറക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലും നിലനിർത്താനും അതുപോലെ വളരാനും അനുവദിക്കുന്ന ഒരു ആധ്യാത്മിക ചേതനയിൽ നിന്നാണ് പുനരൈക്യം ഉത്ഭവിക്കുന്നതും പുനരൈക്യത്തിന്റെ മക്കളായിട്ട് ഇപ്പോൾ തുമ്പികളെ പോലെ നിങ്ങൾ പറന്നു നടക്കുന്നതും. യു ഷുഡ് ബി ഡീപ്ലി ഗ്രേറ്റ്ഫുൾ ടു ദാറ്റ് മാൻ. കാരണം അത് ഒരു വ്യക്തിയെ മാത്രം പുറത്തു കൊണ്ടുവരുന്ന ഒന്നല്ലായിരുന്നു. പക്ഷെ പിന്നീട് വരുന്ന ഒരു തിങ്കിങ്ങിനെ തന്നെ മാറ്റാനായിട്ട് അവർ ഈ ലോകത്തിലെ നിസ്സഹായരായ മനുഷ്യരുടെ ശബ്ദമാകുകയും അങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്ന പാപാവസ്ഥകളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് യേശുവിലുള്ള ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നിസ്സഹായരായ എല്ലാ മക്കളെയും പിടിച്ചുയർത്തുന്ന ഒരു സുവിശേഷാത്മക ഒരു യാത്രയായിരുന്നു പുനരൈക്യമെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇപ്പോൾ 100-ാം വർഷത്തിലേക്കൊക്കെ കടന്നു പോകുന്ന മലങ്കര സഭ ആഴത്തിൽ ചിന്തിക്കണം. ഇന്ന് ഞങ്ങൾ അങ്ങനെ നിസ്സഹായരായ മക്കളുടെ ആ ഒരു ശബ്ദമായി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും ഒത്തിരി തുമ്പികളെ സൃഷ്ടിക്കുന്ന, ഒത്തിരി തുമ്പികളെ കല്ലെടുപ്പിച്ചിട്ട് നശിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. അങ്ങനെ സഭയിൽ ഒരു പുതിയ സുവിശേഷത്തിന്റെ ശബ്ദങ്ങളായിട്ട് വളരുന്നതാണ് ആ ഒരു സെന്റിനറിയിലേക്കുള്ള യാത്രയിൽ മലങ്കര സഭ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നാലും ഈ സംഘർഷത്തിന്റെ ചിന്തകൾ അവസാനിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയാ കുരിശിനെ കാണുന്നത്? നിങ്ങൾ എങ്ങനെയാ പീഡാസഹനത്തെ കാണുന്നത്? പിതാവിന്റെ കാഴ്ചയിലെ പ്രാർത്ഥനകളും ഈ പിതാവ് ഈ യേശുവിന്റെ സഹനത്തെ കുറിച്ചൊക്കെ പറയുന്ന ചില വാക്കുകളിൽ നിന്ന് എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്, ഈ തന്നെ പോലെ തന്നെ, അല്ലെങ്കിൽ ആ പുത്തൻകൂറിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞു മനുഷ്യന്റെ വേദനയെ പോലെ തന്നെ യേശു ഒരു തുമ്പിയാകുന്ന ഒരു കാവ്യാത്മകത, ഒരു നിസ്സഹായതയുടെ അടിത്തട്ടിലേക്ക് ചെന്ന് ആ ഗത്സമേനയില് ഒരു തുമ്പിയെ പോലെ ഇരിക്കുന്ന ഒരു വലിയ തുമ്പി, ആ തുമ്പിയെ പിടിക്കാൻ വരുന്ന സൗമ്യരായ കുറെ ആളുകൾ ഒച്ചയുണ്ടാക്കാതെ ബഹളമുണ്ടാക്കാതെ ഉമ്മം കൊടുത്തു പിടിച്ചു. എന്നിട്ട് അന്ന് രാത്രി മുഴുവൻ പറപ്പിച്ചു കളിച്ചു. അന്ന് രാത്രി നടന്നത് തുമ്പിക്കളിയായിരുന്നു. കുഞ്ഞു പിള്ളേരെ തുമ്പിക്ക് കല്ല് കെട്ടി അവധികാലങ്ങളിൽ നടന്നിരുന്നു പോലെ ഒരു നടത്തലായിരുന്നു അന്നത്തെ രാത്രി. തുമ്പിക്കളിയാ നടന്നേ. ഒരു വലിയ തുമ്പിയായിരുന്നു. പിന്നീട് കളിയൊക്കെ കഴിഞ്ഞപ്പോ അതിന്റെ 2 കൈയും പിടിച്ച് വലിച്ച് അതിനെ കൊന്നു കളഞ്ഞു. ഈ തുമ്പിപ്പിടുത്തക്കാരൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ തുമ്പിപ്പിടുത്തക്കാരൻ അദൃശ്യനായി നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഈ തുമ്പിപ്പിടുത്തക്കാരൻ ഒരു സമുദായത്തിന്റെ ഉള്ളിലുണ്ട്. അതൊരു പക്ഷേ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന നിസ്സഹായതയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഒരുപക്ഷെ 5-6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സഭയിലേക്ക് കയറിയതായിരുന്നു. നമ്മളെ പറപ്പിച്ച് കളിക്കുന്ന, നമ്മളെ നിസ്സഹായരാക്കുന്ന വലിയ വലിയ തുമ്പിക്കളിക്കാര്, അവരുടെ ഉപജാപങ്ങൾ. 200 വർഷക്കാലത്തെ തുമ്പിക്കളി പുത്തൻകൂർ സമുദായത്തിനായിട്ട് കളിക്കുന്നത് ഈ വലിയ സന്യാസി കണ്ടു. പ്രതികരിക്കാൻ ശ്രമിച്ചു.
അതിൻ്റെ ഉള്ളിൽ സ്വയം തുമ്പിയായി പോകുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നിയപ്പോൾ തൻ്റെ ചുറ്റിലുമുള്ള ഒരു ജനത മൊത്തം ഒന്ന് പറന്നു നടക്കാൻ ആഗ്രഹിക്കുന്നു കണ്ടപ്പോൾ ആ പിതാവ് പ്രതികരിക്കാൻ ആഗ്രഹിച്ചു. പിതാവ് പിന്നീട് തൻ്റെ പുനരൈക്യ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിൽ ഇതിൻ്റെ അലകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഒത്തിരി വേദനയോടെ പറയും, ആ കൂനംകുരിശിൽ കെട്ടിയ ആലാത്ത് കയർ പൊട്ടിയത് ഞാൻ വലിച്ചു പൊട്ടിച്ചതുകൊണ്ടൊന്നുമല്ല, പക്ഷെ 270 കൊല്ലക്കാലം പുനരൈക്യത്തിന് വേണ്ടി ദാഹിച്ചവരുടെ കരച്ചിലിൽ വീണ കണ്ണുനീര് വീണ് ദ്രവിച്ചു പൊട്ടിയതാണ്. ആ കണ്ണുനീര് എവിടെ നിന്ന് വന്നു? തുമ്പികളുടെ കണ്ണുനീരായിരുന്നു അത്. ജയിക്കുന്നവന്റെ അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോകുന്നവന്റെ ഹുങ്കാരവത്തിൽ നിന്ന് പൊന്തി വന്നതല്ലായിരുന്നു അത്. തുമ്പിയെ പോലെ ഇരുന്ന് വേദനിച്ച് കരഞ്ഞ അമ്മമാരുടെ, അപ്പന്മാരുടെ, കുടുംബങ്ങളിൽ നിങ്ങളൊന്നും കാണാതെ പിന്നിലിരുന്ന് പ്രാർത്ഥിച്ച ചില വലിയ മനുഷ്യരുടെ അവരുടെ കണ്ണുനീര് വീണ് പൊട്ടിയതാണത്. അത് മനസ്സിലാക്കണം. കോർട്ട് കച്ചേരികളും വ്യവഹാരങ്ങളിലൊക്കെ നമ്മൾ പുനരൈക്യപ്പെടുത്താൻ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ആ വർത്താനങ്ങളിൽ മാത്രമാണ് സഭ നിൽക്കുന്നതെന്ന് ചിലപ്പോൾ പൗരോഹിത വർഗം ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ശബ്ദങ്ങൾക്കടിയില്, നമ്മളുടെ ഭരണപരിഷ്കാരങ്ങൾക്കടിയില് നമ്മളെ എന്തിനൊക്കെയോ വെട്ടിപ്പിടിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെയൊക്കെ താഴെ നിശബ്ദരായിട്ട് നിൽക്കുന്ന വലിയൊരു ആത്മായ ജനമുണ്ടെന്ന്, കുറെ സിമ്പിൾ പീപ്പിൾ ഉണ്ടെന്ന് തിരിച്ചറിയണം. സമാധാനത്തിലും ശാന്തിയിലും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് തിരിച്ചറിയണം. പിതാവ് അങ്ങനെ തിരിച്ചറിയാൻ തുടങ്ങി. പിതാവ് അവരുടെ പക്ഷം തേരാൻ തുടങ്ങി. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതങ്ങളായിട്ട് തോന്നാം. പിന്നീട് പിതാവ് തൻ്റെ തീരുമാനത്തിലേക്ക് കടന്നു വരുമ്പോൾ ബെഥനി പോലും പിതാവിന് ഒരു നിരാകരിക്കപ്പെട്ട സാധ്യതയായിട്ട് തോന്നും. തൻ്റെ സന്യാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ ആ ബെഥനി മലയും അതെല്ലാതും എനിക്ക് തുമ്പികളെ കെട്ടാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ താഴെ കെട്ടിയിട്ട ഒരു കല്ല് പോലെയാണോ? അതുപോലും എനിക്ക് വേണ്ട. എൻ്റെ ജനങ്ങളോടൊത്ത് ഉല്ലസിക്കാൻ, ആത്മാവിൽ വളരാൻ, ആ ത്രോണോസിന്റെ മുമ്പിൽ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിക്കാൻ, ദൈവമേ ഞങ്ങൾക്ക് എല്ലാവർക്കും പുനരൈക്യത്തിന്റെ ആത്മാവിനെ തരണമെന്ന് അദ്ദേഹം ദാഹിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷെ പലർക്കും തുമ്പി പിടിക്കാനായിരുന്നു ആഗ്രഹം, തുമ്പിയോടൊപ്പമായിരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ചോദിക്കുക, കുടുംബത്തില് തുമ്പിയായതുപോലെ തോന്നുന്നുണ്ടോ? ഭാര്യയല്ല ഞാനൊരു തുമ്പിയാണെന്ന് തോന്നുന്നുണ്ടോ? പല കുഞ്ഞുമക്കളും പറയുന്നത്, അച്ഛാ വീട്ടില് വേദനയാണ്, നിസ്സഹായതയാണ്. സമൂഹങ്ങള്, പാരീഷുകള്, പലപ്പോഴും ഒരു ബിഷപ്പിന്റെ കീഴെ പല അച്ഛന്മാരും എന്നോട് പറയാറുണ്ട്, അച്ഛാ തുമ്പിയായതുപോലെ തോന്നുന്നു. പ്രൊവിൻഷ്യാളിന്റെ കീഴിൽ സിസ്റ്റർമാർ പറയുന്നു, തുമ്പിയായതുപോലെ തോന്നുന്നു. ലോകത്തില്ലാത്ത പണി മുഴുവൻ ഇടിപ്പിച്ച് പറപ്പിച്ച് കളിക്കുക അച്ഛാ. ഒരു തേങ്ങനിലോ ഒരു ഗദ്ഗതത്തിനോ ആരും ചെവി തരുന്നില്ല അച്ഛാ. പിന്നീട് കുമ്പസാരക്കൂടുകളിലെ പ്രാർത്ഥന സമയങ്ങളിലെ എനിക്ക് ചുറ്റും കരയുന്ന തുമ്പികളെ ഞാനിപ്പോ കേൾക്കാൻ തുടങ്ങി. പിതാവുമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴും പിതാവുമായിട്ട് എൻ്റെ മനസ്സിനെ ഞാൻ ഒന്നിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും എൻ്റെ ചുറ്റിനും ചുഴുന്നു നിൽക്കുന്ന പാപത്തിന്റെ തലങ്ങളെ തിരിച്ചറിയാൻ, എത്രമാത്രം മ്ലേച്ഛതകൾക്കുള്ളിലാണ് നമ്മുടെ സഭ എന്ന് തിരിച്ചറിയാൻ, അതിൽ പലപ്പോഴും ഒന്നോ രണ്ടോ വ്യക്തികളുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ട് ഒന്ന് കരയാൻ പോലും കഴിയാതെ നിൽക്കുന്ന വലിയ ദൈവജനത്തെ മനസ്സിലാക്കാൻ, ഇനിയും ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഇളക്കപ്പെട്ടതും സൃഷ്ടിക്കപ്പെട്ടതും മാറ്റിക്കളഞ്ഞ് ഒരിക്കലും നീക്കം ചെയ്യാൻ പാടില്ലാത്ത സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും ആത്മാവിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അതൊരു ദാഹമാണ്. അത് ഒരു ഫീലിംഗ് ഒന്നുമല്ല, പക്ഷെ ഉള്ളിൽ നിന്ന് അലച്ചു പൊന്തി വരുന്ന തീവ്രമായ ഒരു ദാഹമാണ്. ഞാൻ പുനരൈക്യപ്പെടും, അവനും അവൾക്കും അവരുടെ സ്വാതന്ത്ര്യത്തില്, അവരുടെ സ്നേഹത്തില്, അവരായിരിക്കുന്ന അവസ്ഥയിൽ ആ തുമ്പിയെ പോലെ പറന്ന് നടക്കാനുള്ള അനുഗ്രഹത്തെ ദൈവം കൊടുക്കുമെങ്കിൽ ഐ വിൽ ഗീവ് മൈ ലൈഫ്. അങ്ങനെയാ യേശു തൻ്റെ ജീവിതത്തെ കൊടുക്കുന്നേ. ഈ പാപത്തിൽപ്പെട്ട തുമ്പികളായ മനുഷ്യർക്ക് പറന്ന് നടക്കാനായിട്ട് ഒരു സഭയുണ്ടാകുമെങ്കിൽ, അവർക്ക് അതിനു വേണ്ടി ഒരു വേദി ഒരുങ്ങുമെങ്കിൽ, അത് പിതാവായ തമ്പുരാനോട് പറയാണ്, പുത്രൻ തമ്പുരാൻ എന്നെ എടുത്തോളൂ. He gave his life. He did that. അവരൊക്കെ ദൈവത്തിന്റെ ഇച്ഛയോട് സമന്വയിച്ച് ചിന്തിക്കാൻ തുടങ്ങി.
അപ്പോൾ തീരുമാനം തീവ്രമായ വേദനയായിരുന്നെങ്കിലും അതിൻ്റെ ഫലങ്ങൾ പുനരൈക്യമായി, മലങ്കര കത്തോലിക്ക സഭയായി, അതിലിപ്പോൾ പറന്ന് നടക്കുന്ന കുഞ്ഞുമക്കളായി. അത് നിർത്തരുത്, ആ ശബ്ദത്തെ നിർത്തരുത്. പുനരൈക്യത്തിൻ്റെ ശബ്ദത്തെയും ആ തുമ്പികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ സുവിശേഷാത്മകതയെ ഒന്നും നിർത്തരുത്. നമ്മൾ അതിലേക്ക് ആഴത്തിലേക്ക് കടന്നു ചെല്ലണം, പ്രാർത്ഥിക്കണം, അത് പ്രഘോഷിക്കണം. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഈ ചിന്തകൾ വീണ്ടും ധ്യാനാത്മകമായി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആമേൻ.